ആധുനിക ലോകം നിർമ്മിത ബുദ്ധിയുടെ വിസ്മയകരമായ മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം തന്നെ അത് സൃഷ്ടിക്കുന്ന സുരക്ഷാ ഭീഷണികളും ധാർമ്മിക വെല്ലുവിളികളും ചർച്ചാ വിഷയമാകുന്നുണ്ട്. ഈ നിരയിലെ ഏറ്റവും പുതിയതും ഗൗരവമേറിയതുമായ വിവാദമാണ് എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രോക്ക് എന്ന AI ചാറ്റ്ബോട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. എക്സ് പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കപ്പെട്ട ഗ്രോക്കിന്റെ ഇമേജ് ജനറേഷൻ സവിശേഷത സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സൈബർ വിദ്വേഷവും തെറ്റായ വിവരങ്ങളും നിരീക്ഷിക്കുന്ന പ്രമുഖ ആഗോള സംഘടനയായ സെന്റർ ഫോർ കൗണ്ടറിംഗ് ഡിജിറ്റൽ ഹേറ്റ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഗ്രോക്ക് പുറത്തിറക്കി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത്യന്തം ഗൗരവകരമായ സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 3 ദശലക്ഷത്തോളം നഗ്ന ചിത്രങ്ങളാണ് ഈ ടൂൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടത്. ഇതിൽ ഏറ്റവും ഭയാനകമായ വസ്തുത ഏകദേശം 23,000-ഓളം ചിത്രങ്ങൾ കുട്ടികളുടേതായിരുന്നു എന്നതാണ്. മറ്റൊരു വ്യക്തിയുടെ സാധാരണ ചിത്രം നൽകി അതിനെ അശ്ലീല ചിത്രമായി മാറ്റാൻ ഗ്രോക്ക് അനുവദിക്കുന്നുവെന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുമുണ്ട്. ലളിതമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിലൂടെ ആർക്കും ഇത്തരം ചിത്രങ്ങൾ നിർമ്മിക്കാമെന്നത് ഈ സാങ്കേതിക വിദ്യയെ ഒരു അപകടകാരിയായ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ്. സുരക്ഷാ മാനദണ്ഡങ്ങളുടെ അഭാവം, മൈക്രോസോഫ്റ്റിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ChatGPT, ഗൂഗിളിന്റെ ജെമിനി തുടങ്ങിയ AI ടൂളുകൾ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളും ഫിൽറ്ററുകളും പിന്തുടരുന്നവരാണ്. അശ്ലീലമോ അക്രമപരമോ നിയമവിരുദ്ധമോ ആയ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കാൻ ഈ ടൂളുകൾ സാധാരണയായി വിസമ്മതിക്കും. എന്നാൽ ഗ്രോക്കിന്റെ കാര്യത്തിൽ മസ്ക് സ്വീകരിച്ച അമിത സ്വാതന്ത്ര്യം വലിയൊരു തിരിച്ചടിയുമായി. നിയന്ത്രണങ്ങൾ കുറഞ്ഞ AI എന്ന നിലയിലാണ് മസ്ക് ഗ്രോക്കിനെ അവതരിപ്പിച്ചത്. എന്നാൽ ഈ നിയന്ത്രണമില്ലായ്മ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലേക്ക് തരം താഴ്ന്നു. CCDA ചീഫ് എക്സിക്യൂട്ടീവ് ഇമ്രാൻ അഹമ്മദ് ഇതിനെ വിശേഷിപ്പിച്ചത് ലൈംഗിക ദുരുപയോഗ വസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി എന്നാണ്. യാതൊരുവിധ പരിശോധനകളുമില്ലാതെ ഇത്തരം വിനാശകാരിയായ ടൂളുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയത് നിരുത്തരവാദപരമായ സമീപനമാണെന്ന് ലോകമെമ്പാടുമുള്ള സൈബർ സുരക്ഷാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഇന്റർനെറ്റിൽ സ്ത്രീകളുടെ സുരക്ഷ എക്കാലവും വലിയൊരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ AIയുടെ വരവോടെ നോൺ കൺസെൻഷ്വൽ ഇന്റിമേറ്റ് ഇമേജറി അഥവാ സമ്മതമില്ലാതെ നിർമ്മിക്കപ്പെടുന്ന അശ്ലീല ചിത്രങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. ഗ്രോക്ക് വഴി നിർമ്മിക്കപ്പെടുന്ന ചിത്രങ്ങൾ എക്സ് പ്ലാറ്റ്ഫോമിൽ തന്നെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് പ്രശ്നത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നുമുണ്ട്. പ്രായപൂർത്തിയാകാത്തവരുടെ ചിത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണ്. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമെതിരെ കർശനമായ നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും സാങ്കേതിക വിദ്യയുടെ മറവിൽ ഇവ ലംഘിക്കപ്പെടുന്നത് സൈബർ ഇടങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരിടമാക്കി മാറ്റുന്നു. വിമർശനങ്ങൾ ശക്തമായപ്പോൾ കുട്ടികളുടെ ചിത്രങ്ങൾ ഇത്തരത്തിൽ നിർമ്മിക്കപ്പെടുന്നതിനെ കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നുവെന്നാണ് എലോൺ മസ്ക് പ്രതികരിച്ചത്. എന്നാൽ ഈ മറുപടി തൃപ്തികരമല്ലെന്നാണ് വിവിധ സർക്കാർ ഏജൻസികളുടെ നിലപാട്. ഒരു സാങ്കേതിക വിദ്യ പുറത്തിറക്കുന്നതിന് മുൻപ് അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും കമ്പനിക്ക് ബാധ്യതയുണ്ട്. പല യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളും ഇതിനോടകം തന്നെ ഗ്രോക്കിനെതിരെ അന്വേഷണം ആരംഭിച്ചും കഴിഞ്ഞു. AI ഉപയോഗിച്ചുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി പുതിയ നിയമനിർമ്മാണങ്ങൾ നടത്താൻ ഈ സംഭവം ഭരണകൂടങ്ങളെ പ്രേരിപ്പിക്കുന്നുമുണ്ട്. കമ്പനികൾക്ക് വലിയ പിഴ ചുമത്താനും സവിശേഷതകൾ താൽക്കാലികമായി നിരോധിക്കാനും സാധ്യതയുണ്ട്. ഗ്രോക്കിനെതിരെയുള്ള ഈ വിവാദം ആഗോളതലത്തിൽ AI സുരക്ഷയെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ നവീകരണം സ്വാഗതാർഹമാണെങ്കിലും അത് വ്യക്തി സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയും ഹനിക്കുന്നതാകരുത്. AI കമ്പനികൾ പാലിക്കേണ്ട ചില അടിസ്ഥാന തത്വങ്ങളുമുണ്ട്. അനാവശ്യമായ കീവേഡുകൾ ഉപയോഗിക്കുന്നത് തടയുക. AI നിർമ്മിത ചിത്രങ്ങളിൽ വ്യക്തമായ അടയാളങ്ങൾ നൽകുക. ദുരുപയോഗം ചെയ്യുന്ന ഉപയോക്താക്കളെ കണ്ടെത്താനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും സംവിധാനങ്ങൾ ഒരുക്കുക. സാങ്കേതിക വിദ്യ മനുഷ്യ പുരോഗതിക്ക് വേണ്ടിയാവണം. എന്നാൽ ഗ്രോക്ക് പോലുള്ള ടൂളുകൾ നേരിടുന്ന സുരക്ഷാ വീഴ്ചകൾ സൂചിപ്പിക്കുന്നത് നമ്മൾ ഇനിയും സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ പിന്നിലാണെന്നാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കാത്ത ഒരു സാങ്കേതിക വിദ്യയും ആധുനിക സമൂഹത്തിന് ഗുണകരമല്ല. എലോൺ മസ്കും അദ്ദേഹത്തിന്റെ കമ്പനിയും ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നടപടികൾ ഭാവിയിലെ AI വികസനത്തിന് ഒരു നിർണായക പാഠമായിരിക്കും.